ഹലോ സുഹൃത്തുക്കളെ, ലക്ഷദ്വീപ് സന്ദർശനത്തിനിടയ്ക്ക് ഞങ്ങളിവിടെ അഗത്തി എന്ന് പറയുന്ന ദ്വീപിലാണ് എത്തിയിട്ടുള്ളത്. ഈ അഗത്തിയിൽ ഞങ്ങൾ കണ്ടൊരു കാര്യം, ഇവിടുത്തെ ഹോം സ്റ്റേ അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് ആൻഡ് അക്കോമഡേഷനൊക്കെ ഇവിടെ ചെയ്യുന്നത് അഗത്തിയിൽ സ്ത്രീകളാണ്. അപ്പോൾ ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോൾ ഈ കേരളത്തിലെ കുടുംബശ്രീ സംവിധാനം എങ്ങനെയാണ് ലക്ഷദ്വീപിനെ സ്വാധീനിച്ചത്, പ്രത്യേകിച്ച് ലക്ഷദ്വീപിലെ സ്ത്രീജനങ്ങൾ എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ഹോം സ്റ്റേ അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നടത്തുന്ന ഒരു വീട് സന്ദർശിക്കുകയാണ് ഞങ്ങൾ. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. സ്ത്രീജനങ്ങൾ ഈ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ മുൻപന്തിയിലെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുക, സ്വയം കുടുംബത്തെ പിടിച്ചിർത്താനുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുക, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അത് കേരളത്തിലെ നമ്മുടെ മഹത്തായുള്ള കുടുംബശ്രീ പ്രസ്ഥാനം നിങ്ങളെ സ്വാധീനിച്ചു എന്നറിയുന്നതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പം അതേക്കുറിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ അറിയണം. ഇവിടെ കുടുംബശ്രീ 52 ഗ്രൂപ്പുണ്ട്. 52 ഗ്രൂപ്പ് ഈ ദ്വീപിലുണ്ട്. ഇവിടെ ദീപശ്രീ എന്നാണ് അതിന് വിളിക്കുന്നത്. ദീപശ്രീ എന്നാ പറയുന്നത്. 2017 സ്റ്റാർട്ട് ചെയ്തത്. SHG 2006 അതിനായിരുന്നു ഞങ്ങൾ ഫസ്റ്റ്. അതിൽ നിന്ന് ഞങ്ങൾക്ക് പിന്നെ ദീപശ്രീ വന്നപ്പോൾ ഞങ്ങൾ ദീപശ്രീയിലേക്ക് മാറി, സ്വയം തൊഴിൽ കണ്ടെത്തി. ഞങ്ങൾക്ക് നല്ല പുരോഗമനമുണ്ട്. ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ കാര്യമായിട്ട് ചെയ്യണത്? സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന്റെ ഭാഗമായിട്ട് എന്താണ്? കാറ്ററിംഗ് സർവീസ് ആണ് കാര്യമായിട്ട് ചെയ്യുന്നത്. പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറ്ററിംഗ് സർവീസ് ആണ് കാര്യം ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് ചെയ്യുന്നത് വലിയ ഓർഡർ ചെയ്യുന്നത്. നമ്മുടെ ഗ്രൂപ്പിലെ എല്ലാവരും 10 അംഗങ്ങളുണ്ട്. ആ അംഗങ്ങളെല്ലാം കൂട്ടിയിട്ടാണ് ഗ്രൂപ്പായിട്ട് കുറെ ഓർഡർ കിട്ടും, വലിയ ഓർഡർ കിട്ടും, അങ്ങനെ ചെയ്യും. അപ്പൊ വരുന്ന ഈ ചെറിയ ഓർഡറുകളൊക്കെ ഞങ്ങൾ എടുക്കും, അവർക്ക് കിട്ടുകയാണെങ്കിൽ അവരെടുക്കും, അങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ ഇവിടെ ഉണ്ടാക്കും. പിന്നെ ട്യൂണ പിക്കിളല്ലേ, അത് ഉണ്ടാക്കും. സെൽഫിന്റെ വെർജിൻ കോക്കനട്ട് ഓയിൽ അതുണ്ടാക്കും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഗുണമുണ്ട്, ഒരുപാട് ഗുണമുണ്ട്. ഇതേപോലെ നിങ്ങളിൽ മാതൃകകൾ കണ്ടിട്ട് ഇതുപോലെയുള്ള വനിതകള് കൂടുതലായിട്ട് രംഗത്ത് വരുന്ന കാഴ്ചകൾ കാണുന്നുണ്ടോ? ലക്ഷ്മി വന്നതോടുകൂടി അകത്തുള്ള പെണ്ണുങ്ങളെല്ലാം പുറത്തേക്ക് വന്നു. ബാങ്ക് അറിയാത്തവർക്ക് ബാങ്ക് പാടായി, അക്കൗണ്ട് ഇല്ലാത്തവർക്ക് പുതുതായിട്ട് അക്കൗണ്ട് തുടങ്ങി. പിന്നെ എല്ലാ മീറ്റിങ്ങുകളിലും എല്ലാ സെമിനാറുകളിലും ഇവിടുത്തെ പെണ്ണുങ്ങളാണ് പങ്കെടുക്കുന്നത്. ഇപ്പൊ സ്കൂളിലെ മീറ്റിംഗ് ആണെങ്കിലും പാപ്പമാരില്ല, ഉമ്മമാരാണ്. അപ്പൊ പെണ്ണുങ്ങൾ മുമ്പൊക്കെ അകത്തായിരുന്നു ഇരിക്കണം, ലക്ഷദ്വീപത്തെ പെണ്ണുങ്ങൾ പുറത്ത് എവിടെയും കാണില്ല. പക്ഷെ ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആണ്, ആണുങ്ങൾ അകത്തും പെണ്ണുങ്ങൾ പുറത്തുമാണ് ഇവിടെ. അപ്പം വേറൊരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത്, നമ്മൾ വിചാരിക്കും വിദ്യാഭ്യാസമോ വിവരമൊക്കെ ഇല്ലാത്ത ആളുകൾ, കുറച്ച് വീട്ടിലിരുന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്ന, അതിന്റെ അപ്പുറത്ത് എന്നെ ഞെട്ടിച്ച കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം ഉള്ളത്. MA കഴിഞ്ഞ ആളാണ്. പക്ഷെ എനിക്ക് ഈ കാറ്ററിംഗ് സർവീസിൽ ഏർപ്പെട്ടതോടുകൂടി എനിക്ക് ജോലി ഇല്ലെന്നുള്ള ഒരു ഫീലിംഗ് എനിക്കില്ല. കാരണം എനിക്ക് എന്റെ ആവശ്യത്തിനും എന്റെ കുട്ടികളുടെ ആവശ്യത്തിനും എന്റെ കുടുംബാവശ്യത്തിനുള്ള പൈസ കിട്ടാറുണ്ട്. അതുകൊണ്ട് തന്നെ സന്തോഷം. അഗത്തി എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ലക്ഷദ്വീപിന്റെ ഒരു പരിച്ഛേദമാണ്. അപ്പോൾ അവിടുത്തെ ആ ഒരു പിന്നെ പുരുഷന്മാരായാലും സ്ത്രീകളായാലും അവർ നമ്മളോട് കാണിക്കുന്ന ഒരു പെരുമാറ്റത്തിലെ വശ്യത, അതുപോലെ അപ്പം ഞങ്ങളിപ്പോൾ ഞങ്ങളെ സഹോദരിമാരുടെ വീട്ടിൽ വരുന്ന കാര്യമാണ് ഇവിടെ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഒരു പരിചയമില്ല മുമ്പ്. നമുക്ക് ആ സ്നേഹമാണ് വേണ്ടത്, അല്ലാതെ വേറൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ലല്ലോ. ഇന്ന് കാണും നാളെ കാണാത്ത ആൾക്കാരാണ്. അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഒരുപാട് ദിവസം കൂടിയാണ് ഷിപ്പ് വന്നത്. ഇന്നലെ ഇവിടെ ഒന്നുമില്ല, സമയത്തിന് ഷിപ്പ് വരുന്നില്ല. അവിടെ നിന്നുള്ള പച്ചക്കറികളൊന്നും ഇല്ലാതെ കഷ്ടപ്പെട്ടു. ഫുഡ്സ് ഉണ്ടാക്കാനുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ കുറവാണ്. ഫ്ലൈറ്റ് വരുന്ന കാരണം ഫ്ലൈറ്റില് ഇരട്ടി ചാർജാണ്, അത് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഫുഡ് ഉണ്ടാക്കി ഞങ്ങൾക്ക് ഒന്നും നടക്കില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കപ്പൽ ഷിപ്പ് വരുന്ന ദിവസം തന്നെ എല്ലാവരും അടിച്ച് സാധനം എടുക്കും, കിട്ടുന്നവർക്ക് കിട്ടും, കിട്ടാത്തവർക്ക് കിട്ടില്ല. അപ്പോൾ ഈ സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് വിങ് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ഇത്രയും ഉഷാറായിട്ട് പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് തരാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടത്ര കഴിയുന്നില്ല.
എല്ലാ അർത്ഥത്തിലും. ഒന്നാമത് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവൻ പുറത്തുനിന്ന് എത്തണം അല്ലേ? നിങ്ങളുടെ ഇവിടുത്തെ ദ്വീപിലുള്ള പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താ കാര്യമായിട്ട്? മീനും. അതെ. അത് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് കറി വെക്കാൻ ഒരു സവാള ഇല്ലാതെ എത്ര ദിവസമായി ഈ നാട്ടിൽ. സവാള ഇല്ല, പച്ചക്കറികളില്ല, മൈദ ഇല്ല, ആട്ട ഇല്ല, പാമോയിലാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്, അതില്ല, ഒന്നുമില്ലാതെ ഞങ്ങൾ വിഷമിച്ച ദിവസങ്ങളിലുണ്ട്. എന്തുണ്ടാക്കാനായിരുന്നു? അപ്പൊ തന്നെ മീൻ ഞങ്ങൾക്ക് ഒന്നുമില്ലെങ്കിൽ ഞങ്ങളെ മീൻ ഞങ്ങൾക്ക് എന്ന് തുണയായിട്ടുണ്ട്. മീനും തേങ്ങാച്ചോറും മീൻകറി. ഞങ്ങള് തേങ്ങാച്ചോറും മീൻകറി തേങ്ങാച്ചോറും മുളക് തന്നെ പറയും. നിങ്ങൾക്ക് ഇങ്ങനെ ഉൽപ്പന്നങ്ങൾക്ക് നിങ്ങൾ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ കൂട്ടാമെന്നല്ലാണ്ട് പുറത്ത് നിങ്ങൾക്ക് അത് വിറ്റിട്ട് അതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാവുന്ന സാധ്യതകൾ. അതിന്നുള്ളൊരു വരുമാനം ഞങ്ങൾക്ക് കൊപ്രയും മീൻ പിടുത്തവും തെങ്ങ് കൃഷിയുമാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള വരുമാനം എല്ലാം. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ കടലിൽ നിന്ന് കിട്ടുന്ന മീൻ അന്നേരം തന്നെ വിൽക്കണം, ആൾക്കാരെടുക്കണം. അതേപോലെ കൊപ്ര ആണെങ്കിൽ ഇപ്പൊ ആർക്കും തേങ്ങ ഇല്ല. തെങ്ങിന്റെ മുകളിലുള്ള ചുടലൊക്കെ എടുക്കുന്ന കാരണം തെങ്ങില് തേങ്ങ ഇല്ലാതായി. അത് കാരണം കൊപ്ര ഉത്പാദിപ്പിക്കാൻ കഴിയണില്ല. പിന്നെ എല്ലാവരും പിന്നെ എന്ത് ചെയ്യുന്നു? വെർജിൻ കോക്കനറ്റ് ആയാലും ഉണ്ടാക്കുന്നു. ഇപ്പൊ പണ്ടൊക്കെ മഞ്ചൂര് കൊപ്ര കയറ്റിയായിരിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ഒരു വർഷത്തേക്കുള്ള വീട്ടു സാധനങ്ങള് അതുകൊണ്ട് നമുക്ക് ശേഖരിച്ചു വെക്കുമായിരുന്നു. ഇപ്പൊ അങ്ങനെ ചെയ്യാൻ കഴിയുന്നില്ല. നമുക്ക് കൊപ്ര ഇല്ല. ഉണക്കമീന് കയറ്റി മാസ് ഉണക്കിയിട്ട് വിൽക്കുന്ന അതൊന്നും ഇപ്പൊ നമുക്ക് ഇല്ല, നിലവിലില്ല. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു ജീവിച്ചിരുന്നത്. നമ്മുടെ വീട്ടിൽ ഒരു സാധനം പോലും തീരെ നമ്മൾ വിടില്ല. എല്ലാ സാധനവും നിറച്ചു വെക്കുന്ന മംഗലാപുരത്ത് നിന്ന് നമ്മൾക്ക് ഉള്ള തേങ്ങ കൊപ്ര ഉണ്ടാക്കി ഉണക്കിയിട്ട് അത് കേട്ടിട്ട് അതിനകത്ത് നമ്മൾ ലിസ്റ്റ് ചെയ്ത് വിടും മഞ്ചൂരിലുള്ള ആൾക്കാരോട്. അപ്പൊ ഇത്ര സാധനം ഞങ്ങൾക്ക് വേണമെന്ന് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളെല്ലാം എത്തിച്ചു വെക്കും. അതിനൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. തേങ്ങ ഒന്നുമില്ല. ഒട്ടനവധി പ്രതികൂല സാഹചര്യങ്ങൾ. നിങ്ങളുടെ ഒരു ഇച്ഛാശക്തിയും നിങ്ങളുടെ ഒരു ഫൈറ്റിംഗ് മെൻറ്റാലിറ്റിയും ഭയങ്കരമാണ്. അപ്പം നമ്മുടെ എല്ലാവിധ കേരളീയരുടെ, മലയാളികളുടെ, ഇന്ത്യക്കാരുടെ എല്ലാവിധ സപ്പോർട്ടും നിങ്ങൾക്ക് ഏത് കാലത്തും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവുകയും ചെയ്യും. അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് ഇനി സീസൺ വരികയാണ് അല്ലേ? സീസൺ ഓപ്പൺ ആവുകയാണ്. അപ്പം നിങ്ങൾ സീസൺ ഓപ്പൺ ആവുന്ന സമയത്ത് നമ്മുടെ മലയാളികളൊക്കെ ഇങ്ങോട്ട് വരുമ്പോൾ എന്ത് സേവനങ്ങളാണ് നിങ്ങൾക്ക് അവർക്ക് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുക? ഹോം സ്റ്റേ സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഫുഡ് ഞങ്ങൾ ചെയ്തു കൊടുക്കും. ഓക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം നിങ്ങളെ കണക്ട് ചെയ്യേണ്ട നമ്പർ, അതുപോലെ തന്നെ ലൊക്കേഷൻ, ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഈ വീഡിയോയിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പൂർവാധികം ഉഷാറായിട്ട് നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾ നടക്കട്ടെ. കേരളത്തിലെ ആ ഒരു എന്താ പറയുക മഹത്തായുള്ള കുടുംബശ്രീ സംവിധാനം നിങ്ങളെ വളരെയധികം സഹായിച്ചെന്നറിയുന്നതിലും നിങ്ങളുടെ ഒരു ശക്തിയാണെന്ന് അറിയുന്നതിൽ വളരെ പഠിച്ചിട്ടുണ്ട്. അപ്പം അത് മറ്റുള്ളവരൂടെ പഠിക്കാൻ ഇടവരട്ടെ. കൂടുതൽ ദ്വീപിലെ പിന്നെ വനിതകൾ എന്താ പറയുക സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കഴിയട്ടെ, സ്വയം സന്നദ്ധമാവാൻ വേണ്ടി കഴിയട്ടെ. ഞങ്ങൾക്ക് ചെറിയൊരു ഇൻ്റർവ്യൂ തന്നതിൽ വലിയ സന്തോഷമുണ്ട്.